ഗ്രാമത്തിലെ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ടെന്റിലേക്ക് പോവാണ്. ചെന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇത് വൈകിട്ടത്തെ ക്യാമ്പ് ഫയറിനുള്ള വിറകും പിന്നെ അത് കത്താന് വഴിയിൽ നിന്ന് കിട്ടിയ നല്ല ഉണങ്ങിയ യാക്കിന്റെ ചാണകം കൂടിയാണ് കേട്ടോ. നോ കോസ്റ്റ് ക്യാമ്പ് ഫയർ. നമ്മൾ പിയോയിൽ വന്നപ്പോൾ വാങ്ങിച്ച പച്ചക്കറിയൊക്കെ കേടാവാതെ ഇരിപ്പുണ്ട്. ഈ ഇലയുടെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. ലെറ്റ്യൂസ് ആണോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലെറ്റ്യൂസ് അല്ല, ഒരു കൈൻഡ് ഓഫ് ചീരയാണ് ഇവിടുത്തെ. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ചീരയും പച്ചമുളകും തക്കാളിയും ഒക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തു. നല്ലൊരു പ്ലൈവുഡിന്റെ പീസ് കിട്ടിയായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് സോപ്പിട്ട് കഴുകി എടുത്തിട്ടാണ് കട്ടിംഗ് പാഡ് ആക്കിയത്. കയ്യിൽ പിടിച്ചോണ്ട് അരിഞ്ഞിട്ട് എനിക്ക് ശീലമില്ല. എന്നിട്ട് നമ്മുടെ സ്റ്റൗ സെറ്റ് ചെയ്ത് പാനും വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ അരിഞ്ഞ സവോളയും പച്ചമുളകും മട്ടറും ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഞങ്ങളുടെ ഫുഡിന്റെ മണം അടിച്ചിട്ട് കിളികളൊക്കെ ഇവിടുന്ന് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വഴന്നു വന്ന സവോളക്കകത്തോട്ട് ഇത്തിരി മഞ്ഞപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല ഇട്ട് അതിന്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും ചീരയും അതിനകത്തോട്ടിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് വേവാൻ മാത്രം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മൂടി വെക്കണം. നമ്മുടെ കയ്യിൽ ഒരു 2 പാക്കറ്റ് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നേ. അതാണെങ്കിൽ ബാഗിനകത്തിരുന്ന് കുറെ പൊടിയായിട്ടുണ്ടായിരുന്നു. ആ ബ്രെഡ് നമ്മുടെ കൈ വെച്ചിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് പൊടിച്ചിട്ട് ആ സമയം നമ്മുടെ കറിയും കൂടെ വെന്തു വന്നു. ആ ഒരു പൊടിച്ച ബ്രെഡ് ഈ ഒരു കറിക്കകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇതിൽ പ്രോട്ടീൻ ഇച്ചിരി കുറവുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ 2 മുട്ട കൂടി പുഴുങ്ങി കഴിക്കും. അത് ഇച്ചിരി അച്ചാറും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ബാസ്മതി നദിയുടെ തീരത്തിരുന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കേട്ടോ. ഈസി ക്യാമ്പിംഗ് ഫുഡാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടറൊക്കെ ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ ഒരു ഫുഡ് ഉണ്ടാക്കാനും നമുക്ക് വേണ്ടി ഒരൊറ്റ പാത്രം മാത്രമേ വേണ്ടി വന്നുള്ളൂ.